വ്യക്തിപരമായി എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. ഇന്നു മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ച് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമാൻ T. സിദ്ദിഖ് MLA യും അതുപോലെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, IC ബാലകൃഷ്ണൻ MLA, രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി PK ജയലക്ഷ്മി തുടങ്ങി PP ആര്യ തുടങ്ങി KL പൗലോസ് തുടങ്ങി എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ശ്രീ മധുവിന് മെമ്പർഷിപ്പ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ മധു ഇങ്ങോട്ട് സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ 8-9 മാസക്കാലമായിട്ട് ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല, പല നാളുകളായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഇന്നലെ വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 10-30 വർഷത്തിലധികമായി പൊതുരംഗത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അന്ന് BJPയിൽ നിന്ന് രാജിവെക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഫ്ലാറ്റും ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനാധിപത്യ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന്. ഒരുപാട് ആലോചനകൾക്കും ശേഷമാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. അതിനൊരു കാരണം കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, ഒരു പ്രാദേശിക കക്ഷിയല്ല. ഇവിടെ ദേശീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് കോൺഗ്രസിൽ തിരഞ്ഞെടുത്തത്. ഇനിയുള്ള കാലം കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി എൻ്റെ സമയവും അതുപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കും. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. CPM-ആയിട്ട് ചർച്ചകൾ നടന്നിരുന്ന് പല കക്ഷികളും സംസാരിച്ചിരുന്നു. അതിലൊരു കക്ഷിയാണ് അത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ഒരു ദേശീയ പാർട്ടിയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബദലായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടി എന്ന നിലയിൽ അത് കോൺഗ്രസിനെയാണ് കാണുന്നത്. CPM-ഓ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിയോ പാർട്ടിയോ BJPക്ക് ബദലായിട്ടുള്ളൊരു പാർട്ടിയായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ചേർന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തീർച്ചയായിട്ടും എന്നെ മാറ്റി നിർത്തിയിട്ട് 9 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാർട്ടി വിടുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. എന്നോടൊരു സാമാന്യ മര്യാദയോ നീതിയോ കാണിക്കാത്തത് കൊണ്ടാണ്. നിലവിൽ BJPയുടെ ജില്ലാ പ്രസിഡൻ്റ് പറഞ്ഞ് നടക്കുന്ന ആൾ, അയാളുടെ പ്രവർത്തനം കൂടിയാണ് ഞാൻ പുറത്തു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും. കൂടെ ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്രക്കാരോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൂടെ നിൽക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പോലും പിന്നോട്ട് പോകുന്നത്, മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് ഞാനും സന്ദീപും അടക്കമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത്. സംസ്ഥാന അധ്യക്ഷന് വേണ്ടിയിട്ടാണ്. ഈ ജില്ലയിൽ സംസ്ഥാന പ്രസിഡന്റിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും നിങ്ങൾക്കറിയാം, മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. വയനാട്ടിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല. ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ കുറച്ചു കാലമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വത്തിനെതിരായിട്ട് കോൺഗ്രസ് ആണ് ഇപ്പോൾ ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിദ്വേഷത്തിന്റെ കടയിൽ നിന്ന് ഇറങ്ങി സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു എന്നാണോ നിലപാട്? അങ്ങനെ നിലപാട് മാറ്റിയിട്ടാണോ വരുന്നത്? അല്ല, അങ്ങനെയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് സ്നേഹത്തിൻ്റെ കടയാണോ വിദ്വേഷത്തിൻ്റെ കടയാണോ എന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അനുഭവം ഉണ്ടാവണം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കോൺഗ്രസ് നല്ലതാണ്, മിടുക്കനാണെന്നൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഞാൻ പറഞ്ഞതും സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. നമുക്ക് അനുഭവം ഉണ്ടാവണം. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. സന്ദീപ് വാര്യർ BJP വിട്ടപ്പോൾ പറഞ്ഞത് പ്രവർത്തിക്കാൻ അവിടെ നിന്നു പോകാൻ കഴിയാത്തത്ര വർഗീയത BJP പ്രചരിക്കുന്നുണ്ട്, പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരു സമാധാനമായത് എന്നാണ്. അങ്ങനെ ആ രീതിയിലൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതോ അല്ല, അതൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ പറയുള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള അനുഭവം മാത്രമല്ല എനിക്കുള്ളൂ.
അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒരു കാര്യം എനിക്കില്ലല്ലോ. അത്ര അനുഭവങ്ങളുടെയും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. അനുഭവങ്ങളില്ലല്ലോ, ഇനി പുതിയതായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവണം. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള കേരളത്തിലെ പ്രതിപക്ഷ ബെഞ്ചിൽ ഭരണവും BJPയും തമ്മിലുള്ള എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു കൂട്ടുകെട്ടുണ്ട്, ഒരു അവിശുദ്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് ഒരു ബാലൻസിങ് ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം ഉണ്ടല്ലോ. അതിലിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുമല്ലോ. രണ്ട് കൂട്ടരും കൂടി തീരുമാനിച്ചിട്ടുണ്ടോ ആരാണ് പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ടോ? ഒന്നിച്ച് ചെന്നിട്ട് പ്രസിഡന്റ് ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഓഫറുകൾ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധത അറിയിച്ചു, അവർ സ്വീകരിച്ചു.